ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ 6th ലെസൺ ലോഹങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ 3rd പാർട്ട് ക്ലാസ്സാണിത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ ഫസ്റ്റ് കമൻറ്റിൽ പോയി നോക്കുക, അവിടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഇന്ന് നമ്മൾ സ്റ്റീലിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ലോഹസങ്കരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ സ്റ്റീലാണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന അയണിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പിഗ് അയൺ കണ്ടോ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, പിഗ് അയൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്നുകൂടി പറഞ്ഞിട്ട് പോകാം, എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അയണിനെ ശുദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ അതിലുള്ള കാർബണിൻ്റെയും ഒക്കെ അളവിനനുസരിച്ച് നമുക്ക് പല രീതിയിൽ അയണിനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പിൽ 4% കാർബൺ ആണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ പിഗ് അയൺ എന്നാണ് പറയുന്നത് അല്ലേ. ഇനി അതുകൂടാതെ ഈ കാർബണിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇരുമ്പിനെ ഇഷ്ടമുള്ള രീതിയിലേക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. അതിനെ കാസ്റ്റ് അയൺ എന്ന് പറയുമെന്ന് പഠിച്ചു. ഇനി അതുകൂടാതെ തന്നെ റോട്ട് അയൺ ഉണ്ട്. അതായത് അതിൽ 0.02% to 0.05% വരെ മാത്രമായിരിക്കും കാർബൺ ഉണ്ടാവുക. പിന്നെ ചെറിയ തോതിൽ ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ്, സൾഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന പിഗ് അയൺ ഉണ്ടല്ലോ, പിഗ് അയണിൽ 4% കാർബൺ ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ പിഗ് അയൺ അടിച്ച് പരത്തിയിട്ട് വിവിധ ആകൃതിയിലേക്ക് മാറ്റാനോ കമ്പികളാക്കാനോ യോജിച്ചതല്ല. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന പിഗ് അയണിനെ നമുക്ക് മറ്റു പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിനകത്ത് 4% കാർബണാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുണ്ടാക്കുന്ന സ്റ്റീൽ, ഈ പിഗ് അയണിൽ നിന്നാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാക്കുന്ന സ്റ്റീലാണ് വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്റ്റീലിനെയാണ് ഉരുക്ക് എന്ന് പറയുന്നത് കേട്ടോ, ഉരുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഉരുക്കിനകത്ത് 0.05% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പ്, അതിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വ്യാവസായിക ആവശ്യങ്ങൾക്ക് നമ്മൾ 0.05% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയിട്ടുള്ള ഇരുമ്പാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ അളവിലുള്ള വ്യത്യാസം അനുസരിച്ച് വിവിധ തരം കാർബൺ സ്റ്റീലുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണത്തിലും എന്തുണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് ഇതിനെ നമ്മൾ ഡിഫറെൻറ്റ് പേരുകൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ അതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു കോൾഡും കഴിഞ്ഞ കാരണം കുറച്ചങ്ങോട്ട് സംസാരിക്കുമ്പോഴേക്ക് ചുമ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബ്രേക്ക് എടുത്താണ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ കുറവ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്തേക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർബൺ സ്റ്റീലിൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൽ 0.05 to 0.2% ആണ് കാർബണിൻ്റെ അളവുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? 0.05 to 0.02% മാത്രം കാർബണിൻ്റെ അളവുള്ള മൈൽഡ് സ്റ്റീൽ. ആ മൈൽഡ് സ്റ്റീൽ നമുക്ക് കമ്പികളാക്കാനും അതുപോലെ തകിടുകളാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതിന് കാഠിന്യവും ബലവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മീഡിയം സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.2 to 0.6% വരെയാണ് അതിൽ കാർബൺ ഉള്ളത്. അതിന് കാഠിന്യം വളരെ കൂടുതലാണ്. റെയിൽ പാളങ്ങൾ, അതുപോലെ ഹാൻഡ് റെയിലുകൾ, മേൽക്കൂരകൾക്ക് ആവശ്യമായിട്ടുള്ള കഴുക്കോല് ഇവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീഡിയം സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. മീഡിയം സ്റ്റീലിലെ കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.2 to 0.6% ആണ്. ഇനി അടുത്തത് ഹൈ കാർബൺ സ്റ്റീലാണ്. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്. 0.6 to 1.5 വരെയാണ് അതിൽ ഹൈ കാർബൺ സ്റ്റീലിലെ കാർബണിൻ്റെ പെർസെൻറ്റേജ്. ഇത് ഇലാസ്റ്റികതയുള്ളതും കാഠിന്യം വളരെ കൂടിയതുമാണ്. ഓക്കെ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, സ്പ്രിങ്, കത്തി, ഡ്രില്ലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാർബൺ സ്റ്റീലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചാണ് ഇതിന് ഡിഫറെൻറ്റ് പേരുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു സ്റ്റീലിൻ്റെ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്നിങ്ങനെ നമുക്ക് ഉരുക്കിനെ ഡിഫറെൻ്റ് ആയിട്ട് പേര് കൊടുക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലായല്ലോ? പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് യൂസസും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് സങ്കര സ്റ്റീലുകൾ അല്ലെങ്കിൽ അലോയ് സ്റ്റീലിനെ കുറിച്ച് നോക്കാം. ശുദ്ധരൂപത്തിലുള്ള ലോഹങ്ങളുടെ ഉപയോഗം താരതമ്യേന കുറവാണ്. ഭൂരിഭാഗം ലോഹങ്ങളെയും ലോഹസങ്കരങ്ങളാക്കി മാറ്റിയിട്ടാണ് നമ്മൾ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നത്. അതായത് ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചളയാണ്. പിന്നെ അതുപോലെ ബ്രോൺസ്, വെങ്കലം, പിന്നെ എന്താ ഉള്ളത്, ഗൺ മെറ്റൽ, പിന്നെ
നാണയ സിൽവർ, ജർമ്മൻ സിൽവർ, അങ്ങനെ ഇഷ്ടം പോലെ പേരുകൾ. മീൻസ് നമ്മൾ ശുദ്ധ ലോഹമല്ല ഉപയോഗിക്കുന്നത്, അതിലേക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ലോഹ സങ്കരങ്ങളാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ലോഹ സങ്കരങ്ങൾ എന്ന് പറയുന്നത്? രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ് ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എടുക്കാം. ബ്രാസിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ചെമ്പും സിങ്കും ആണ്. ചെമ്പും സിങ്കും. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടോ അതിലധികമോ ലോഹങ്ങൾ, ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും ഒരു മിശ്രിതമാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് പോലെയുള്ള അലോഹങ്ങളും ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീലിൽ അടങ്ങിയിട്ടുള്ള ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്റ്റീലിൽ ഇരുമ്പുണ്ട്, ഇരുമ്പിനോടൊപ്പം തന്നെ കാർബണും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പഠിച്ചു അല്ലേ? പെർസെൻറ്റേജ് കൂട്ടിയും കുറച്ചും കാർബൺ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുമ്പിനോടൊപ്പം കാർബൺ കൂടിയാണ്. സ്റ്റീലിൽ മറ്റു ലോഹങ്ങൾ കൂടി ചേർത്ത് സങ്കര സ്റ്റീലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവ സ്റ്റീലുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നതാണ്. അപ്പോൾ വ്യത്യസ്ത സങ്കര സ്റ്റീലുകൾ ഏതൊക്കെയാണ്, അലോയ് സ്റ്റീലുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ അയണിനോടൊപ്പം അയണും കാർബണും ഓൾറെഡി സ്റ്റീലിലുള്ളതാണ് അല്ലേ? അതുകൂടാതെ ക്രോമിയവും നിക്കലും കൂടിയുണ്ട്. ക്രോമിയവും നിക്കലും കൂടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉള്ളത്. അപ്പോൾ എല്ലാ സ്റ്റീലിലും എന്തുണ്ട്? അയണും കാർബണും ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു കോംബോ ആണ് സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്തോട്ട് മറ്റ് ലോഹങ്ങൾ ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റീസ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പാത്രങ്ങളൊക്കെ അല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അയണും കാർബണും കൂടാതെ ക്രോമിയവും നിക്കലും കൂടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ ലോഹനാശത്തെ പ്രതിരോധിക്കുന്നു. അതുപോലെ വീട്ടുപകരണങ്ങൾ, ബ്ലേഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് മാംഗനീസ് സ്റ്റീലാണ്. മാംഗനീസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓൾറെഡി അയണും കാർബണും ഉണ്ട്, അതിൻ്റെ കൂടെ മാംഗനീസ് കൂടി. ഓക്കെ, അപ്പോൾ ഉയർന്ന കാഠിന്യം ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള മാംഗനീസ് സ്റ്റീലിൽ. ഉയർന്ന കാഠിന്യം ഉണ്ടായിരിക്കും. പിന്നെ ഡ്രില്ലുകൾ, സേഫുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകളുടെ ഒക്കെ നിർമ്മാണത്തിനായിട്ട് മാംഗനീസ് സ്റ്റീൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അയണും കാർബണിനോടൊപ്പം എന്തും കൂടിയുണ്ട്? സിലിക്കൺ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിലിക്കൺ സ്റ്റീലിനെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. സിലിക്കൺ സ്റ്റീലിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നറിയപ്പെടുന്നത് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സിലിക്കൺ സ്റ്റീലിനെ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വൈദ്യുതി നഷ്ടം കുറയ്ക്കുന്നതിനാൽ മോട്ടോറുകൾ, ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയ വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ കോറുകളിൽ ഉപയോഗപ്പെടുത്തുന്നത് സിലിക്കൺ സ്റ്റീലാണ്. അതുകൊണ്ടാണ് അതിന് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേര് കൂടി വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വൈദ്യുത നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈദ്യുത ഉപകരണങ്ങളിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേര് ഇതിന് വരുന്നത്. അപ്പോൾ സിലിക്കൺ സ്റ്റീലിനെയാണ് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അയണും കാർബണും ഒപ്പം രണ്ട് കോമ്പിനേഷൻ വരുന്നത്, ക്രോമിയവും നിക്കലും. സിലിക്കൺ സ്റ്റീലിലാണെങ്കിൽ അയണും കാർബണിനും ഒപ്പം സിലിക്കൺ ആണ് വരുന്നത്. മാംഗനീസ് സ്റ്റീലിലാണെങ്കിൽ അയണും കാർബണിനും ഒപ്പം മാംഗനീസ് ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നറിയപ്പെടുന്നത് സിലിക്കൺ സ്റ്റീലാണ്. ഓക്കെ അല്ലേ ഈ ടേബിൾ? നമുക്ക് സിങ്കിൻ്റെ നിർമ്മാണം നോക്കാം. വ്യാവസായിക പ്രാധാന്യമുള്ള മറ്റൊരു ലോഹമാണ് സിങ്ക്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിങ്കിൻ്റെ സൾഫൈഡ് അയിര് ഏതാണെന്നും അതിൻ്റെ സാധാരണ നാമവും രാസസൂത്രവുമാണ് ചോദിച്ചിരിക്കുന്നത്. സിങ്കിൻ്റെ സൾഫൈഡ് അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡ് ആണ് കേട്ടോ. സിങ്ക് ബ്ലെൻഡിൻ്റെ രാസസൂത്രം കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ZnS എന്നാണ് കേട്ടോ. ZnS, അതായത് ഇത് സൾഫൈഡ് അയിരാണ്. ZnS സിങ്ക് സൾഫൈഡ് ആണ്, അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ZnS എന്നുള്ളതാണ് അതിൻ്റെ രാസസൂത്രം. ഇനി ഇതിൻ്റെ സാന്ദ്രണ രീതി എന്താണ് സാന്ദ്രണ രീതി? ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്, അല്ലെങ്കിൽ പ്ലവന പ്രക്രിയയാണ് സിങ്കിൻ്റെ അല്ലെങ്കിൽ സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം നടക്കുന്നത് പ്ലവന പ്രക്രിയയിലൂടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറവുമായിരിക്കും. സൾഫൈഡ് അയിര്, അതായത് സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡിനെ നമുക്ക് പ്ലവന പ്രക്രിയയിലൂടെയാണ് സാന്ദ്രണം ചെയ്തെടുക്കാവുന്നത്. സൾഫൈഡ് അയിരുകൾക്ക് സാന്ദ്രണം ചെയ്യുന്ന രീതി പ്ലവന പ്രക്രിയയും, ഓക്സൈഡ് അയിരുകൾക്ക് ഏതായിരുന്നു? ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലുമാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ സിങ്ക് ബ്ലെൻഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടുത്തെ സാന്ദ്രണ രീതി എന്നുള്ളത്
പ്ലവന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. പ്ലവന പ്രക്രിയ. ഓക്കെ, പ്ലവന പ്രക്രിയയാണ്. ഇനി അടുത്തത് സിങ്കിൻ്റെ കാർബണേറ്റ് അയിര് ഏതാണ്? കലാമിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കലാമിൻ പല ആവർത്തി PSC ചോദിച്ചിട്ടുള്ളതാണ്. ZnCO3. ZnCO3 അതിനെയാണ് കലാമിൻ എന്നറിയപ്പെടുന്നത്. കലാമിൻ. രാസസൂത്രം ZnCO3 എന്നാണ്. സാധാരണ നാമം കലാമിൻ. സിങ്കിൻ്റെ കാർബണേറ്റ് അയിരാണ് കലാമിൻ. ഇത്രയും ഓക്കെ അല്ലേ? ഇനി സാന്ദ്രണത്തിന് ശേഷം സിങ്ക് അയിരിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണ്? ഓക്സൈഡുകളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാന്ദ്രണത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? 3 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. സാന്ദ്രണത്തിന് ശേഷം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ എന്നുള്ളതാണ് സ്റ്റെപ്പ്. അവിടെ 2 പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് കാൽസിനേഷനും റോസ്റ്റിങ്ങും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? കാൽസിനേഷൻ എന്നും റോസ്റ്റിംഗ് എന്നുമാണ് എഴുതേണ്ടത്, ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്സൈഡാക്കി മാറ്റാനായിട്ട് പ്രത്യേകിച്ച് സൾഫൈഡ് അയിരുകളാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുക? റോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക അല്ലേ? കാൽസിനേഷൻ ആണെങ്കിൽ അവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാൽസിനേഷൻ അല്ലെ റോസ്റ്റിംഗ് ആണ് ഇവിടുത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. റോസ്റ്റിംഗ്. ഓക്കെ, സൾഫൈഡ് അയിരുകളാണല്ലോ. അപ്പോൾ ഈ റോസ്റ്റിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിന് സിങ്ക് ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ ഇവിടെ സിങ്ക് ബ്ലെൻഡ് ആണെങ്കിൽ റോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഇന്ന് നോക്കിയാൽ കലാമിനാന്ന് വെച്ചോ, ZnCO3 ആണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? കാൽസിനേഷനാണ് യൂസ് ചെയ്യുക. കാൽസിനേഷൻ. കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, കാൽസിനേഷൻ മനസ്സിലായല്ലോ. സിങ്ക് ബ്ലെൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സൾഫൈഡ് അയരാണെങ്കിൽ റോസ്റ്റിങ്ങും അതുപോലെ ZnCO3 ആണെങ്കിൽ കാൽസിനേഷനുമാണ് യൂസ് ചെയ്യേണ്ടത്. ഈ പ്രക്രിയകൾക്ക് ശേഷം ലഭിക്കുന്ന സിങ്ക് ഓക്സൈഡ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ ലഭിക്കുക? സിങ്ക് ഓക്സൈഡ് ലഭിക്കും. ഈ സിങ്ക് ഓക്സൈഡിനെ എന്താ ചെയ്യുന്നത്? അതിനകത്തോട്ട് കോക്കാണ് ചേർക്കുന്നത്. കോക്ക് ചേർത്തിട്ട് ബ്ലാസ്റ്റ് ഫർണസിന് സമാനമായിട്ടുള്ള ഒരു ചൂളയിലേക്ക് ഈ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂളയ്ക്കുള്ളിൽ എന്താണ്? നല്ല ഉയർന്ന താപനിലയാണ്. അപ്പോൾ ഈ ഉയർന്ന താപനിലയിൽ കോക്ക് എന്താ ചെയ്യുന്നത്? സിങ്ക് ഓക്സൈഡിനെ നിരോക്സീകരിച്ച് ഇതിൽ നിന്ന് ഈ ഒരു ഓക്സിജൻ അങ്ങ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സിങ്ക് മാത്രമായിട്ട് ഇവിടെ മാറും. പിന്നെ കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യും. അപ്പോൾ സിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന താഴ്ന്ന താപനിലയുള്ളതാണ്. 907 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന താപനിലയിൽ സിങ്ക് പെട്ടെന്ന് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യും, ബാഷ്പീകരിക്കും. അപ്പോൾ അതിനെ തുടർന്ന് ഈ ഇവാപ്പറേറ്റ് ചെയ്ത് പോയ സിങ്കിനെ പെട്ടെന്ന് തണുപ്പിച്ച് ദ്രാവക രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിങ്കിൻ്റെ ശുദ്ധമായിട്ടുള്ള രൂപം കിട്ടും. ഇതിൻ്റെ ശുദ്ധീകരണ രീതി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതാണെന്ന് ആർക്കെങ്കിലും റീകോൾ ചെയ്ത് പറയാനായിട്ട് സാധിക്കുമോ? ഈ ഒരു ഭാഗത്ത് നമ്മൾ വായിച്ചതാണ് സ്വേദനം. സ്വേദനം എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി കപട സംക്രമണ മൂലകങ്ങളാണ്. ആ ലോഹങ്ങളെ ഈ മാർഗം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാം. ഏത് മാർഗ്ഗമാണ്? സ്വേദനം. അതായത് താരതമ്യേന തിളനില കുറഞ്ഞ, നമ്മൾ സിങ്കിൻ്റെ തിളനില പറഞ്ഞു എത്രയാണ്? 907 ഡിഗ്രി സെൽഷ്യസ് ആണ്. താരതമ്യേന തിളനില കുറഞ്ഞ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി സ്വേദനം പ്രയോജനപ്പെടുത്താം. അപദ്രവ്യം അടങ്ങിയ ലോഹത്തെ അനുയോജ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചൂടാക്കുമ്പോഴാണ് ശുദ്ധലോഹം ബാഷ്പീകരിക്കുന്നത്. ഈ ബാഷ്പത്തെ തണുപ്പിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള ലോഹം കിട്ടുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റിയോ? ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞത് സിങ്കിൻ്റെ ഈ ഒരു ഓക്സീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് എന്താ ചെയ്തത്? ഇവിടെ കണ്ടോ, സിങ്ക് ഓക്സൈഡ് നമുക്ക് ലഭിച്ചു. റോസ്റ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ കാൽസിനേഷൻ്റെയൊക്കെ റിസൾട്ടായിട്ട് സിങ്ക് ഓക്സൈഡ് ലഭിച്ചു. അതിലേക്ക് കോക്ക് കൂടി ചേർത്തു. എന്നിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് പോലെയുള്ള ഒരു ഫർണസിലേക്ക് നിക്ഷേപിച്ചു. അവിടെ റിയാക്ഷൻ നടന്നപ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള സിങ്ക് കിട്ടി. സിങ്കിന് താരതമ്യേന തിളനില കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വേദനം പ്രോസസ്സിലൂടെ നമുക്കതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. മനസ്സിലായോ? ബാഷ്പീകരിച്ച് പുറത്ത് വന്നിട്ടുള്ള സിങ്കിനെ നമ്മൾ എന്താ ചെയ്തത്? ദ്രാവക രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ സിങ്കിൻ്റെ ശുദ്ധീകരണ രീതി ഏതാണ്? ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനമാണ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ. ഇനി സിങ്ക് അടങ്ങിയ പ്രധാനപ്പെട്ട ലോഹസങ്കരമാണ് പിച്ചള. പിച്ചളയിൽ ഒന്ന് സിങ്കാണ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ ഒരെണ്ണം, സിങ്ക് ആണെങ്കിൽ ബാക്കി ഏതാ? ചെമ്പാണ് കേട്ടോ. ചെമ്പിൻ്റെയും പിച്ചളയുടെയും കോമ്പിനേഷനാണ്, ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും കോമ്പിനേഷനാണ് ഏത്? പിച്ചള. ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും കോമ്പിനേഷനാണ് പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത്. PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ അല്ലേ, ബ്രാസിൻ്റെ പാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോപ്പറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. കോപ്പറിൻ്റെ നിർമ്മാണം, ചെമ്പിൻ്റെ നിർമ്മാണം. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ ഏതൊക്കെയാണ്? കണ്ടോ, CuFeS2 കോപ്പർ പൈറൈറ്റ്സ്.
കോപ്പർ പൈറൈറ്റ്സ്. വേറൊന്ന് ഏതാണ്? കോപ്പർ ഗ്ലാൻസ്. അങ്ങനെ കണ്ടോ, 2 സൾഫൈഡ് അയിരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളായിട്ട് കോപ്പർ പൈറൈറ്റ്സും ഓർത്ത് വെച്ചേക്കണേ. കോപ്പർ പൈറൈറ്റ്സും ഉണ്ട്, അതുപോലെ കോപ്പർ ഗ്ലാൻസും ഉണ്ട്. ഇനി ഇവ സൾഫൈഡ് അയിരുകളായതുകൊണ്ട് തന്നെ, സൾഫൈഡ് അയിരുകളാണേ, അപ്പോൾ അതിൻ്റെ സാന്ദ്രണത്തിന് ഏത് രീതിയാണ് നമ്മൾ യൂസ് ചെയ്യുക? പ്ലവന പ്രക്രിയയാണ് അല്ലേ? പ്ലവന പ്രക്രിയയാണ് സൾഫൈഡ് അയിരുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. പ്രത്യേകിച്ച് അത് ഓർത്ത് വെച്ചേക്കാം. ഓക്സൈഡ് അയിരാണെങ്കിൽ ലെവിഗേഷനാണ്, അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുകയാണ്. പ്ലവന പ്രക്രിയ യൂസ് ചെയ്യുന്നത് സൾഫൈഡ് അയിരുകളെ സാന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സാന്ദ്രണത്തിന് ശേഷം അയിരിൽ എന്തുണ്ട്? ഈ അയിരിൽ അയൺ ഓക്സൈഡ് പോലെ ബേസിക് സ്വഭാവമുള്ള അപദ്രവ്യമാണ് ഉള്ളത്. മനസ്സിലായോ? കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ് ഇവയെ എന്താ ചെയ്തത്? ഇവയെ നമ്മൾ പ്ലവന പ്രക്രിയയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ ആ സാന്ദ്രണത്തിന് ശേഷം ഈ അയിരിനകത്ത് അയൺ ഓക്സൈഡ് പോലെ ബേസിക് സ്വഭാവമുള്ള അപദ്രവ്യമാണുള്ളത്. ബേസിക് സ്വഭാവമാണ് അപദ്രവ്യത്തിനെങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ ഫ്ലക്സ് ചേർക്കണം. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ബേസിക് സ്വഭാവമുള്ള അപദ്രവ്യം നീക്കാൻ ആസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സുകളായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ആസിഡിക് സ്വഭാവമുള്ള മണൽ, ആസിഡിക് സ്വഭാവമുള്ള സിലിക്ക അയിരിനോട് ചേർത്ത് ചൂടാക്കി പരമാവധി ശുദ്ധതയുള്ള കുപ്രസ് സൾഫൈഡാക്കി മാറ്റുന്നു. കുപ്രസ് സൾഫൈഡ് Cu2S ആണ് കേട്ടോ. Cu2S ആണ് കുപ്രസ് സൾഫൈഡാക്കി മാറ്റുന്നു. ഇതിനെ വായുപ്രവാഹത്തിൽ ചൂടാക്കുന്നു, അതായത് റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. വായുപ്രവാഹത്തിലാണ് ചൂടാക്കുന്നത്. അത് ഭാഗികമായി വായുപ്രവാഹത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. അതുകൊണ്ട് ഇത് റോസ്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം. ചൂടാക്കുമ്പോൾ അത് ഭാഗികമായിട്ട് കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. കുപ്രസ് ഓക്സൈഡ് ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡിനെ കോപ്പറാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ PSC ചോദിച്ചിട്ടുള്ള ഒരു ഒളിഞ്ഞു കിടക്കുന്ന പോയിന്റ് ഈ ഭാഗത്തുണ്ട്. കുപ്രസ് ഓക്സൈഡ്, ഇവിടെ കണ്ടോ, ഈ ഒരു കുപ്രസ് ഓക്സൈഡ് ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡിനെ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഈ സൾഫൈഡും ഈ ഓക്സിജനും കൂടി ചേർന്ന് ഇവിടെ SO2 ഫോം ചെയ്തു. ബാക്കിയുള്ളത് എന്താണ്? പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ പ്രത്യേകിച്ച് നിരോക്സീകരണം ഒന്നും നടന്നില്ല. നമ്മൾ കോക്ക് പോലെയുള്ള സംഭവങ്ങളൊന്നും നിരോക്സീകരിക്കാനായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പകരം കോപ്പർ സ്വന്തമായിട്ട് എന്താ ചെയ്തത്? നിരോക്സീകരണ പ്രവർത്തനത്തിലൂടെ വേർതിരിയുകയാണ് ചെയ്തത്. അപ്പോൾ PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്: സ്വയം നിരോക്സീകരണം നടത്തി എന്താണ് വേർതിരിയുന്ന ലോഹം ഏതാണ്? ചെമ്പാണ് അല്ലെങ്കിൽ കോപ്പറാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ളതാ, ഇനിയും ചോദിച്ചേക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് കോക്കൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായോ? ഈ കുപ്രസ് ഓക്സൈഡിലെ ഓക്സൈഡും കുപ്രസ് സൾഫൈഡിലെ സൾഫൈഡും, അപ്പോൾ ആ സൾഫൈഡും ഓക്സൈഡും ചേർന്നിട്ട് എന്ത് ചെയ്തു? SO2 ഫോം ചെയ്തു. ബാക്കി പ്യുവർ ആയിട്ടുള്ള കോപ്പർ നമുക്ക് ലഭിക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിരോക്സീകാരിയായിട്ട് നമ്മളിവിടെ കോക്കിനെയും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഉരുകിയ കോപ്പർ മോൾഡുകളിൽ ഒഴിച്ച് തണുപ്പിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ചെമ്പ് കട്ടികളെ ബ്ലിസ്റ്റർ കോപ്പർ നോക്കി വെച്ചേക്കുക. ബ്ലിസ്റ്റർ കോപ്പർ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ബ്ലിസ്റ്റർ കോപ്പർ നോക്കുക, ഒന്നുകൂടി നോക്കുക. ഈ ഉരുകിയ കോപ്പർ മോൾഡുകളുടെ ഉള്ളിൽ ഒഴിച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ചെമ്പ് കട്ടികളെയാണ് ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പേര് വന്നത്? നോക്കാം. എന്താണ് ഈ ബ്ലിസ്റ്റർ കോപ്പർ എന്നത്? കോപ്പറിന്റെ നിർമ്മാണ വേളയിൽ ഉണ്ടാവുന്ന സൾഫർ ഡയോക്സൈഡ് ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു സൾഫർ ഡയോക്സൈഡ് വാതകം. ഈ സൾഫർ ഡയോക്സൈഡ് വാതകം ലോഹം തണുപ്പിക്കുമ്പോൾ പുറത്തു പോകുന്നതിന്റെ ഫലമായിട്ട് അവിടെ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യും, കുമിളകൾ ഫോം ചെയ്യും. അവ അതേ വലിപ്പത്തിൽ ചെമ്പ് കട്ടിയുടെ ഉപരിതലത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ബ്ലിസ്റ്റർ കോപ്പർ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ഈ ഉരുകിയ കോപ്പർ മോൾഡിൽ ഒഴിച്ച് തണുപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആ ഒരു റിയാക്ഷൻ നടന്നിട്ട് SO2 പുറത്ത് പോകുന്ന ഒരു ബ്ലിസ്റ്ററിൻ്റെ രൂപത്തിലാണ്, ഒരു കുമളയേറ്റാം. അപ്പോൾ ആ ഒരു കുമള ഇതിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്. കോപ്പർ അടങ്ങിയ പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളാണ് പിച്ചളയും ഓടും. പിച്ചളയും അതുപോലെ ഓടല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം. ബ്രോൺസും ബ്രാസും രണ്ടും തമ്മിൽ മാറിപ്പോവാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ ബ്രോൺസ്, ബ്രാസ് എന്ന് വെച്ചാൽ എന്താ? പിച്ചളയാണ്. ബ്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഓടാണ്. ഓട് അല്ലെങ്കിൽ വെങ്കലം കേട്ടോ, വെങ്കലമാണ്. ഓക്കെ. അപ്പോൾ ബ്രോൺസിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് ചെമ്പിനോടൊപ്പം ടിന്ന് അല്ലെങ്കിൽ വെളുത്ത ഈയം എന്ന് പറയുന്ന സാധനം. ഇനി ബ്രാസ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് ചെമ്പിനോടൊപ്പം വരുന്നത് ഏതാണ്? സിങ്കാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? സിങ്കാണ്. CuZn ആണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ബ്രാസ് എന്ന് പറയുന്നത് ചെമ്പും സിങ്കുമാണ് എന്ത് ചെയ്യുന്നത്?
ചെമ്പും സിങ്കും ബ്രാസ്, ബ്രോൺസ് ആണെങ്കിൽ ചെമ്പും ടിന്നും ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ പഠിച്ചു വെക്കുക, കാരണം ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കോപ്പർ രണ്ടിലും എന്തിനാണ് കോമൺ ആയിട്ട് വരുന്നുണ്ട്, കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. കോപ്പർ അടങ്ങിയ പ്രധാനപ്പെട്ട ലോഹ സങ്കരങ്ങൾ ഏതൊക്കെയാണ്? പിച്ചളയും അതുപോലെ ഓട് അല്ലെങ്കിൽ വെങ്കലമാണ്. അപ്പോൾ വെങ്കലത്തിൽ ചെമ്പിനോടൊപ്പം അല്ലെങ്കിൽ കോപ്പറിനോടൊപ്പം ചേർക്കുന്നത് വെളുത്ത ഈയം അല്ലെങ്കിൽ ടിന്നാണ്. പിന്നെ വരുന്നത് ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയോടൊപ്പം കോമ്പിനേഷൻ, ചെമ്പിനകത്ത് കോമ്പിനേഷൻ വരുന്നത് സിങ്ക് ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോൾ നിർമ്മിച്ചെടുത്ത കോപ്പർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കോപ്പറിൻ്റെ നിർമ്മാണമാണ് പഠിച്ചത് അല്ലേ. ഇനി ഈ നിർമ്മിച്ചെടുത്ത കോപ്പറിനെ നമുക്ക് ശുദ്ധീകരിക്കണ്ടേ? നോക്കാം. ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. കോപ്പറിൻ്റെ ശുദ്ധീകരണം. കോപ്പർ ശുദ്ധീകരിക്കുന്ന രീതി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വൈദ്യുത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കോപ്പർ 99.99% ശുദ്ധമായിരിക്കണം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിലൂടെ ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നം ലഭ്യമാക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ലോഹങ്ങൾക്കൊക്കെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ വൈദ്യുത ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കോപ്പർ ഉണ്ടല്ലോ, കോപ്പർ 99.99% ശുദ്ധമായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വൈദ്യുത വിശ്ലേഷണമാണ് കേട്ടോ. അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നമുക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നമൊക്കെ ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇനി നോക്കിയേ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ അശുദ്ധ കോപ്പർ എപ്പോഴും എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും. ശുദ്ധമായിട്ടുള്ള ലോഹമാണ് എപ്പോഴും കാഥോഡിൽ വരുന്നത്. പിന്നെ നേർപ്പിച്ച കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും? ഇനി അടുത്തത് അലുമിനിയം. ഓക്കെ, അലുമിനിയത്തിൻ്റെ കേസ് എടുത്ത് തന്നിട്ടുണ്ട്, നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. ഏകദേശം 8.3% അലുമിനിയം കാണപ്പെടുന്നുണ്ട്. 1827 ഫ്രെഡറിക് വോളർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് അലുമിനിയം ക്ലോറൈഡിൽ നിന്ന് പൊട്ടാസ്യം ഉപയോഗിച്ച് ലോഹം വേർതിരിച്ച് എടുത്തത്. ഓക്കെ, അപ്പോൾ 1827 ഫ്രെഡറിക് വോളർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? അലുമിനിയം ക്ലോറൈഡിൽ നിന്ന് പൊട്ടാസ്യം ഉപയോഗിച്ച്, അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡും നമ്മൾ റിയാക്ട് ചെയ്ത പൊട്ടാസ്യം ക്ലോറൈഡും ശുദ്ധമായിട്ടുള്ള അലുമിനിയം വേർതിരിച്ചെടുത്തു. അന്ന് അലുമിനിയം നിർമ്മാണം വളരെ ചിലവേറിയതും എളുപ്പമല്ലാത്തത് കൊണ്ടും സ്വർണ്ണത്തേക്കാൾ അന്ന് വിലയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് നമുക്ക് അലുമിനിയം വളരെ ആക്സസ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അക്കാലത്ത് അപൂർവമായിട്ട് മാത്രമാണ് അലുമിനിയം ഉപയോഗിച്ചിരുന്നുള്ളൂ. കാരണം എന്താണ്? ഈ അലുമിനിയം ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്, അലുമിനിയത്തെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ ചിലവേറിയതായിരുന്നു. ആരാണ് ആ ഒരു മെത്തേഡ് കണ്ടെത്തിയത്? ഫ്രെഡറിക് വോളർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ ചിലവേറിയ അലുമിനിയം നിർമ്മാണം മെത്തേഡ് കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണ്? അലുമിനിയം ക്ലോറൈഡിൽ നിന്ന് പൊട്ടാസ്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അലുമിനിയം വേർതിരിച്ചെടുത്തത്. അപ്പോൾ പിന്നീട് ഈ വൈദ്യുത വിശ്ലേഷണ രീതി വഴി അലുമിനിയം വേർതിരിക്കാമെന്ന് കണ്ടെത്തിയതോടു കൂടിയിട്ട് ഈ അലുമിനിയം സുലഭമായിട്ട് ലഭിക്കാനായിട്ട് തുടങ്ങി. അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ചാൾസ് മാർട്ടിൻ ഹാളും ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ ഹെറൗൾട്ട് എന്നിവർ ചേർന്ന്, രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ടാണ്, ചാൾസ് മാർട്ടിൻ ഹാളും അതുപോലെ തന്നെ ഹെറൗൾട്ട് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും പോൾ ഹെറൗൾട്ട് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ചേർന്നാണ് അലുമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ, കുറച്ചും കൂടി ചിലവ് കുറഞ്ഞ രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയ കണ്ടെത്തിയത്. അപ്പോൾ സ്വതന്ത്രമായ പരിശ്രമത്തിലൂടെ ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിക്കാനുള്ള മാർഗമാണ് ഇവർ കണ്ടെത്തിയത്. രണ്ടുപേരും ഒരുപോലെ വികസിപ്പിച്ചെടുത്ത മാർഗമായതിനാൽ അതിനെ ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു. കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്താണ്? അലുമിനിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. എന്നാൽ ആദ്യം ഇതല്ലായിരുന്നു പ്രക്രിയ. എന്താണ്? അലുമിനിയം ക്ലോറൈഡിൽ നിന്ന് എന്താ ചെയ്തത്? പൊട്ടാസ്യം യൂസ് ചെയ്തിട്ടായിരുന്നു ആദ്യം അലുമിനിയം നിർമ്മിച്ചത്. അത് ചിലവേറിയത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടായിരുന്നു. സ്വർണ്ണത്തേക്കാൾ വില കൂടിയ ഒരു കാലം അലുമിനിയത്തിന് ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ പിന്നീടാണ് ഈ ഹാൾ ഹെറൗൾട്ട് പ്രോസസ്സ് വന്നത്. ചാൾസ് മാർട്ടിൻ ഹാളും അതുപോലെ പോൾ ഹെറൗൾട്ട് ചേർന്ന് ഈ ഒരു പ്രക്രിയ കൊണ്ടുവന്നു. ഇതിന് 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നോക്കാം നമുക്ക് ഈ ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക്. അലുമിനിയത്തിൻ്റെ നിർമ്മാണം നമ്മൾ പഠിച്ചു, അത് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് 2 ഘട്ടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആദ്യം ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം, 2 അലുമിനിയം ഓക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ഇങ്ങനെ 2 ഘട്ടങ്ങളാണ് ഉള്ളത്. മനസ്സിലായോ? ഒന്ന് ബോക്സൈറ്റിൻ്റെ അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിൻ്റെ സാന്ദ്രണമാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം അലുമിനിയം ഓക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണവുമാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം നോക്കാം. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം ലീച്ചിങ് പ്രോസസ്സ് അല്ലേ? ലീച്ചിങ് പ്രോസസ്സ് വഴിയാണ് ബോക്സൈറ്റ് സാന്ദ്രീകരിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്.
അതായത് പൊടിച്ച അയിരിനെ ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റിക് സോഡയാണ്. അപ്പോൾ പൊടിച്ച അയിരിനെ ചൂടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാസ്റ്റിക് സോഡ ലായനിയുമായിട്ട് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ അയിര് മാത്രം അതിൽ ലയിക്കും. എന്നിട്ട് അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും? അവിടെ അടിയിൽ സെറ്റിലായി കിടക്കുന്നുണ്ടാവും. അതിനെ നമുക്ക് അരിച്ചു മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ലായനി ഫോം ചെയ്തിട്ടുണ്ടല്ലോ. ഈ ലായനിയുടെ പേരാണ് സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്നത്, NaAlO2. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സോഡിയം അലുമിനേറ്റ് ലായനിയിൽ അല്പം എന്ത് ചേർക്കണം? അല്പം അലുമിനിയം ഹൈഡ്രോക്സൈഡ് AlOH3 ചേർത്ത് ശക്തിയായി ഇളക്കുക. ഈ ഒരു ഫോം ചെയ്ത ലായനി സോഡിയം അലുമിനേറ്റിലേക്ക് എന്ത് ചേർക്കണം? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ശക്തിയായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ജലം കൂടി ഒഴിച്ച് നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലായനിയെ നേർപ്പിക്കണം. ഇതിൻ്റെ റിസൾട്ടായിട്ട് ലായനിയിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡ് വേർതിരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ശക്തിയായിട്ട് ചൂടാക്കുകയാണെങ്കിൽ, ഇവിടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ശക്തിയായിട്ട് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ ജലാംശം ഇല്ലാത്ത അലുമിന Al2O3 നമുക്ക് ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം പഠിച്ചു. ലീച്ചിങ് പ്രോസസ്സ് വഴിയാണ് ബോക്സൈറ്റ് സാന്ദ്രീകരിക്കുന്നത്. പിന്നീട് ഈ പൊടിച്ച അയിരിനെ ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ ലായനിയുമായിട്ട് പ്രവർത്തിപ്പിക്കുക. അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ലായനി ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്നത്. NaAlO2 ആണ്. ഈ NaAlO2 അല്ലെങ്കിൽ സോഡിയം അലുമിനേറ്റ്, ഈ അലുമിനേറ്റിലേക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ചേർക്കുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനെ നേർപ്പിക്കുന്നു. ഈ നേർപ്പിച്ച ലായനിയിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഈ ഒരു നേർപ്പിച്ച ലായനി നമ്മൾ ശക്തമായിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശക്തമായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ജലാംശം ഇല്ലാത്ത അലുമിന ഫോം ചെയ്യും. പിന്നെ എക്സ്ട്രാ വാട്ടറും ലഭിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഒരു അലുമിനം അതിനെ നമുക്ക് എന്ത് ചെയ്യണം? വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കണം. അപ്പോൾ സാന്ദ്രണത്തിന് ശേഷം ലഭിച്ച അലുമിന, ഈ ഒരു ജലാംശമില്ലാത്ത അലുമിനയാണിത് അല്ലേ, Al2O3 ആണ്. ഇതിലോട്ട് എന്ത് ചെയ്യും? ഉരുകിയ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലുമിനിയത്തിൻ്റെ മറ്റൊരു ധാതുവാണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാന്ദ്രണത്തിന് ശേഷം ലഭിച്ച അലുമിനയിലേക്ക് ഉരുകിയ ക്രയോലൈറ്റ് എന്താണ്? Na3Al(F6) ആണ്. ഇത് ചേർത്തിട്ട് ലായനിയാക്കി മാറ്റാണ്. നമുക്കിവിടെ ലഭിച്ച അലുമിന എന്ന് പറയുന്നത് ജലാംശം ഇല്ലാത്തതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രയോലൈറ്റും കൂടി ചേർത്തിട്ട് അതിനെ ഒരു ലായനിയാക്കിയിട്ട് മാറ്റി. ഇതാണ് അലുമിനിയം നിർമ്മാണത്തിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വൈദ്യുത വിശ്ലേഷണമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഫോം ചെയ്ത ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അലുമിനയുടെ ഉള്ളിലേക്ക് കുറച്ച് ക്രയോലൈറ്റും കൂടി ചേർത്തിട്ട് അതിനെ ലായനിയാക്കി മാറ്റി. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി അലുമിനയുടെ ദ്രവണാങ്കം 2017 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലുമിനയുടെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 2017 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമാണ് ക്രയോലൈറ്റ് ചേർത്തത്. ഇവിടെ സാധ്യതയുണ്ട്. ദ്രവണാങ്കം കുറയ്ക്കാനും, അലുമിനയുടെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 2017 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു ദ്രവണാങ്കം കുറച്ച് വൈദ്യുത ചാലകത വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ അല്ലേ, ശുദ്ധമായിട്ടുള്ള അലുമിനിയം ലഭിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇതിന് നമ്മൾ ക്രയോലൈറ്റ് ചേർത്ത് ഇതിൻ്റെ ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമായിട്ട് ശ്രമിച്ചത്. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ആനോഡിൽ കാർബൺ ദണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, കാർബൺ ലൈനിങ്, ആ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് കാഥോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാർബൺ ലൈനിങ് ആണ് ഇവിടെ കാഥോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഉരുകിയ ക്രയോലൈറ്റിൻ്റെയും അലുമിനിയയുടെയും ആ ഒരു സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഒരു ശുദ്ധമായിട്ടുള്ള അലുമിനിയം ഇവിടെ വേർതിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉരുകിയ മിശ്രിതത്തിലൂടെ ഉയർന്ന വോൾട്ടതയുള്ള വൈദ്യുതി കടത്തിവിടുമ്പോൾ കാഥോഡിൽ അലുമിനിയം വേർതിരിയുകയാണ് ചെയ്യുന്നത്. കാഥോഡിലാണല്ലോ ശുദ്ധമായ ലോഹം കിട്ടുക. അശുദ്ധമായിട്ടുള്ള ലോഹം വെക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ്. അത് പ്രത്യേകിച്ച് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻസ് ഒന്നും നമ്മൾ പഠിക്കണം എന്നില്ല കേട്ടോ. ഇക്വേഷൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത് ഇതാണ്, ചിറകുള്ള ലോഹം എന്ന് പറയുന്നത് ഡ്യൂറാലുമിൻ ആണ്. ഓക്കെ, PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിറകുള്ള ലോഹം ഡ്യൂറാലുമിൻ. പിന്നെ നമ്മുടെ ന്യൂ SCRT-ലേക്ക് അഡീഷണൽ ആയിട്ടൊരു ബോക്സിലൊക്കെ ഇട്ട് തന്നപ്പം എന്തായാലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ചിറകുള്ള ലോഹം ഡ്യൂറാലുമിൻ, ഈ ചിറക്, ഈ ഒരു പിക്ചർ എന്നത് കേട്ടപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആൽഫ്രഡ് വിൽം എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങൾ അലുമിനിയത്തോടൊപ്പം ചേർത്ത് ഒരു ലോഹസങ്കരം ഉണ്ടാക്കി.
അലുമിനിയത്തിനോടൊപ്പം കോപ്പറും മാംഗനീസും മഗ്നീഷ്യം കൂടി ചേർത്തിട്ട് അദ്ദേഹം ഒരു ലോഹസങ്കരം ഉണ്ടാക്കി. നിരന്തരമായ പരീക്ഷണത്തിലൂടെ അതിൻ്റെ ബലവും ഗുണമേന്മയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും കൃത്യമായ അളവിൽ ഘടകലോഹങ്ങൾ ചേർത്ത് അനുയോജ്യമായ താപനിലയിൽ ചൂടാക്കി ഒരു പുതിയ ലോഹസങ്കരം 1911 ഡുറൈൻ എന്ന സ്ഥലത്ത് വെച്ച് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത്. സ്ഥലത്തിൻ്റെ പേരുകൂടി ചേർത്ത് ഡ്യൂറാലുമിനിയം എന്ന നാമകരണം ചെയ്തു. ഓക്കെ, പിന്നീട് ഈ പേര് ഡ്യൂറാലുമിൻ എന്ന് ലോപിച്ചു. 1919 വിമാനങ്ങളുടെ നിർമ്മാണത്തിന് ഡ്യൂറാലുമിൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, വിമാന നിർമ്മാണത്തിനും ആകാശ സഞ്ചാരത്തിനാവശ്യമായ വാഹനങ്ങളുടെ നിർമ്മാണത്തിനും ലോഹസങ്കരമായി ഉപയോഗപ്പെടുത്തുന്നതിനാൽ ഡ്യൂറാലുമിനെ ചിറകുള്ള ലോഹം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ പെർസെൻറ്റേജ് ഒന്ന് പഠിച്ചു വെക്കാൻ നല്ലതാണ്. ഏറ്റവും കൂടുതൽ അലുമിനിയം തന്നെയാണ്, 95.5% അലുമിനിയാണ്. പിന്നെ വരുന്നത് കോപ്പർ 3%, മഗ്നീഷ്യം 1%, മാംഗനീസ് 0.5%. അപ്പോൾ ഇതാണ് ഈ ഡ്യൂറാലുമിനിലെ ഈ ഒരു സങ്കരങ്ങളുടെ ഒരു ലോഹസങ്കരങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂറാലുമിന് സ്റ്റീലിൻ്റെ അത്ര തന്നെ ബലം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിറകുള്ള ലോഹം എന്നറിയപ്പെടുന്നത് ഡ്യൂറാലുമിനാണ്. ആരാണ് ഡ്യൂറാലുമിൻ കണ്ടുപിടിച്ചത്? ആൽഫ്രഡ് വിൽം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ വിമാനങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ഡ്യൂറാലുമിൻ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 95%, 95.5% അലുമിനിയാണ്. അത് കഴിഞ്ഞ് മഗ്നീഷ്യവും മാംഗനീസും പിന്നെ കോപ്പറും ഒക്കെയാണ് ചേർക്കുന്നത്. ഏറ്റവും കുറഞ്ഞ അളവിലാണ് മഗ്നീഷ്യവും മാംഗനീസും ഒക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീലിനോട് ഒപ്പം തന്നെ ബലമുള്ള ഒരു മെറ്റലാണ് ഏതെന്ന് പറയുന്നത് ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത്. ചിറകുള്ള ലോഹം എന്നറിയപ്പെടുന്നു. ഓക്കെ, അലുമിനിയം അടങ്ങിയ പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളാണ് ഡ്യൂറാലുമിനും അൽനിക്കോയും ഒക്കെ. ഓക്കെ, അപ്പോൾ അൽനിക്കോയുടെ ഘടകങ്ങളാണ് FeAl, നിക്കൽ, ക്രോമിയം. ഓക്കെ, അയൺ, അലുമിനിയം, നിക്കൽ, ക്രോമിയം എന്നിവ അൽനിക്കോയുടെ ഘടകങ്ങളാണ്. അതുപോലെ നമ്മൾ ഡ്യൂറാലുമിൻ്റെ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അലുമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ അൽനിക്കോയുടെ ഒരു പ്രധാനപ്പെട്ട കോമ്പിനേഷനിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അയണും അലുമിനിയവും നിക്കലും കോപ്പറുമാണ്. അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളാണ് ഡ്യൂറാലുമിനും അൽനിക്കോയും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് ലോഹനാശനത്തെക്കുറിച്ചാണ്. കൊറോഷൻ ഓഫ് മെറ്റൽസ് ആണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം, ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ എന്താ ഈ ലോഹനാശനം എന്ന് പറയുന്നത്? ഒരു ലോഹം അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും മാധ്യമവുമായിട്ടുള്ള പ്രവർത്തനം മൂലം രാസമാറ്റത്തിന് വിധേയമാവുന്ന പ്രവർത്തനത്തിനെയാണ് ലോഹനാശനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിത് ഇരുമ്പ് എടുക്കുകയാണ്. ഈ ഒരു ഇരുമ്പ് കുറേ നാൾ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് വെറുതെ ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് തുരുമ്പ് പിടിക്കും. അതിനെന്ത് മാറ്റാൻ സംഭവിച്ചത്? നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു അല്ലേ, എന്നിട്ട് അവിടെ തുരുമ്പ് ഫോം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് ലോഹനാശനമാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ നാശനത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ വെച്ചായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ്റെ മുകളിൽ കുറേ ലോഹങ്ങളുണ്ട്, താഴെ കുറേ ലോഹങ്ങളുണ്ട്. ഈ താഴെ കാണുന്നതൊക്കെ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്, മുകളിൽ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന PSC എക്സാം എഴുതാൻ പോയ മാത്സിനില്ലേ ആ അത്രയും കാര്യങ്ങൾ വരെ എന്താണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ്. പൊട്ടാസ്യം, സോഡിയം, പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം ഇതൊക്കെ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ കാണപ്പെടുന്ന ഈ ഒരു ലോഹങ്ങൾ വളരെ റിയാക്ടിവിറ്റി കൂടിയതായതുകൊണ്ട് അത് അന്തരീക്ഷ വായുവുമായിട്ടുള്ള സമ്പർക്കം മുഖേന എളുപ്പത്തിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി സീരീസിൽ താഴേക്ക് വരുന്തോറും നാശത്തിൻ്റെ നിരക്ക് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? താഴേക്ക് വരുന്തോറും അവർ കുറേ കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ലോഹങ്ങളാണ്. അപ്പോൾ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ലോഹനാശനം സംഭവിക്കുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനാണെന്നുള്ളത് മനസ്സിലാക്കാം. അലുമിനിയം ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ വരുന്ന ലോഹമാണെങ്കിലും ഒരു പരിധിവരെ ലോഹനാശനത്തെ ചെറുക്കുന്നുണ്ട്. അതായത് അലുമിനിയത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്? സിങ്ക്, ടിന്ന് പോലെയുള്ള ലോഹങ്ങളിലെ ഓക്സൈഡ് ആവരണങ്ങൾ നേരിയതും സുഷിരങ്ങളില്ലാത്തതുമായതിനാൽ തുടർന്നുള്ള നാശനത്തിൽ നിന്ന് ലോഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അലുമിനിയം, സിങ്ക്, ടിന്ന് പോലെയുള്ള ലോഹങ്ങളിലെ ഓക്സൈഡ് ആവരണങ്ങൾ നേരിയതാണ്, സുഷിരങ്ങളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നാശനത്തിൽ നിന്ന് ലോഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിങ്കും ടിന്നും അലുമിനിയം ഒക്കെ യൂസ് ചെയ്തിട്ട് മറ്റുള്ള ലോഹങ്ങളെ സംരക്ഷിക്കാമല്ലോ അല്ലേ? കാരണം എന്താണ്? ഇതിനൊക്കെ ജസ്റ്റ് കോട്ടിങ്, ഇപ്പോൾ സിങ്കിൻ്റെ ഒക്കെ ഒരു കോട്ടിങ് കോപ്പറിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കതിനെ
നാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. നോക്കിയേ, ഇനി ഇതിൽ നിന്നും ഇരുമ്പിൻ്റെ നാശനം എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, അതായത് തുരുമ്പ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് തുരുമ്പ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് തുരുമ്പ് ഫോം ചെയ്യുന്നത്. ഈ തുരുമ്പിൻ്റെ കെമിക്കലായിട്ടുള്ള പേരാണ് എന്ത്? ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സുഷിരങ്ങളുള്ളതാണ്, അതുപോലെ പൊടിയുന്നതുമാണ്. അതുകൊണ്ടാണ് ലോഹം പൂർണ്ണമായിട്ട് നശിക്കാനൊക്കെ സാധ്യതയാവുന്നത്. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ചെയിൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഒരു കോലത്തിലാക്കി മാറും. അത് നമ്മളൊന്നും ചെയ്തിട്ടല്ല, പ്രകൃതിയുമായിട്ടുള്ള റിയാക്ഷൻ കാരണമാണ്. ആ മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ തുരുമ്പ് ഫോം ചെയ്യുന്നു, എന്നിട്ട് ലാസ്റ്റ് പൊടിഞ്ഞ് ആ ലോഹം പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചുവടെ നൽകിയിരിക്കുന്ന ഘടകങ്ങൾ ലോഹനാശത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ലോഹത്തിൻ്റെ സ്വഭാവം. റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അത് നശിച്ചു പോകും. പിന്നെ വാതകങ്ങളോ ലവണങ്ങളിലോ ലയിച്ച ഈർപ്പം, മറ്റ് ലോഹങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ എന്താണ്? ലോഹനാശനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മറ്റ് ലോഹങ്ങളുമായിട്ടുള്ള സമ്പർക്കം എങ്ങനെയാണ് ലോഹനാശത്തിൻ്റെ നിരക്ക് വ്യത്യാസപ്പെടുന്നത് എന്നൊരു പരീക്ഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളുടെ പരീക്ഷണത്തിലോട്ടൊന്നും പോകുന്നില്ല, ഇവിടുത്തെ പോയിന്റ് ഒന്ന് വായിക്കാം. ഈ ഒരു ഭാഗത്ത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കാഥോഡിക സംരക്ഷണത്തിലൂടെ എങ്ങനെയാണ് ലോഹനാശനം തടയുന്നതെന്നാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത്. നമ്മൾ എക്സ്പെരിമെൻറ്റ് വായിച്ചില്ലാന്നേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കണ്ടോ, ആനോഡായി പ്രവർത്തിച്ച ക്രിയാശീലം കൂടിയ ലോഹം നശിക്കുകയും കാഥോഡായി പ്രവർത്തിച്ച ലോഹം സംരക്ഷിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു മെറ്റൽ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ഒരു മെറ്റൽ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിനായിരിക്കും. നമുക്ക് സംരക്ഷിക്കേണ്ട മെറ്റൽ ഏതാണോ അതിനേക്കാൾ കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിനെ വെച്ചിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പറയുന്നത്, റൂഫോ അങ്ങനെ അല്ലെങ്കിൽ ഗേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് അടിക്കാറുണ്ട് അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നത്. പിന്നെ മറ്റൊന്നാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇരുമ്പിൽ സിങ്ക് കോട്ടിങ് കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഗാൽവനൈസേഷൻ. അപ്പോൾ ഇരുമ്പിൽ സിങ്കിൻ്റെ കോട്ടിങ് കൊടുക്കുന്ന ആ ഒരു പ്രത്യേക പ്രവർത്തനത്തിൻ്റെ പേരാണ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഈ ഗാൽവനൈസേഷൻ ആകട്ടെ, അല്ലെങ്കിൽ കാഥോഡിക സംരക്ഷണം ആവട്ടെ, അല്ലെങ്കിൽ പെയിൻറ്റിങ് ആവട്ടെ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ലോഹനാശനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ഇനി മനുഷ്യ ശരീരത്തിൽ വിവിധ ലോഹങ്ങളുടെ പങ്കിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന് മുൻപ് ഈ ഒരു ഭാഗത്തൊരു ബോക്സ് വന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഇത്രയും ക്ലാസ് എടുത്തപ്പോഴേക്ക് സൗണ്ടിൻ്റെ ഒരു അവസ്ഥ കുറച്ച് പരിതാപകരമായി. ഓക്കെ, നോക്കാം. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നോക്കാം ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്. സൂക്ഷ്മമായിട്ടുള്ള അളവിലാണെങ്കിലും മനുഷ്യരിൽ ചില ലോഹങ്ങളുടെ സാന്നിധ്യം സാധാരണ ജൈവ പ്രവർത്തനങ്ങൾക്ക് അത്യന്തം ആവശ്യമാണ്. ജൈവിക പ്രവർത്തനങ്ങളിൽ ലോഹങ്ങളുടെ പങ്ക് വിശദീകരിക്കുന്ന ഒരു രസതന്ത്ര ശാഖയാണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും സമന്വയിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണിതെന്ന് പറയും. മനുഷ്യ ശരീരത്തിലെ ലോഹ അയോണുകളുടെ സഞ്ചാരം, സംഭരണം, അവയുടെ വിഷസ്വഭാവം, വൈദ്യശാസ്ത്രപരമായി പ്രയോജനപ്പെടുത്താവുന്ന ലോഹങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ രസതന്ത്ര ശാഖ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീമോഗ്ലോബിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യം വേണ്ട മൂലകങ്ങളിൽ ഒന്നാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഓക്സിജൻ വാഹിയായിട്ടുള്ള പ്രോട്ടീൻ തന്മാത്രയാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇരുമ്പടങ്ങിയ ഓക്സിജൻ വാഹിയായിട്ടുള്ള പ്രോട്ടീൻ തന്മാത്രയാണ് ഹീമോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഈ വർണ്ണവസ്തുക്കൾ ശ്വാസകോശങ്ങളിൽ നിന്ന് ഓക്സിജനെ കോശങ്ങളിലേക്കും തിരിച്ചു കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശങ്ങളിലേക്കും വഹിക്കുന്നുണ്ട്. നമുക്ക് അറിയുന്നതാണ്, ബയോളജി നമ്മൾ പഠിച്ചതാണ്. ഇനി ഹരിതകം, പ്ലാന്റ്സിൻ്റെ കേസിൽ എന്താ പറയുന്നത്? മെഗ്നീഷ്യം അടങ്ങിയ ക്ലോറോഫിൽ അല്ലെ, മെഗ്നീഷ്യം അടങ്ങിയ ഈ പച്ചവർണ്ണ വസ്തുവാണ് ഹരിതകം. സസ്യങ്ങളുടെ ഇലകളിൽ കണ്ടുവരുന്ന ഈ പദാർത്ഥം പ്രകാശ സംശ്ലേഷണത്തിന് അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ എന്താണ്? സസ്യങ്ങളിൽ മെഗ്നീഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ മനുഷ്യരിൽ ആവട്ടെ മറ്റു മൃഗങ്ങളിലാവട്ടെ ഇരുമ്പിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതുകൂടാതെ തന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ട് പോയിന്റ് കൂടി ഇവിടെ ചേർത്ത് പറയുകയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. കാൽസ്യം, എല്ല്, പല്ല് അല്ലേ, എല്ല്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പല്ലിൻ്റെ ഇനാമലൊക്കെ എന്താണ്? കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനാമൽ അല്ലേ. പിന്നെ കാൽസ്യത്തിൻ്റെ അഭാവം കാരണമാണ് എന്തുണ്ടാവുന്നത്? ഓസ്റ്റിയോപോറോസിസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെപ്പോസിഷൻ ഒക്കെ കുറവ് കാരണമാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നത്. പിന്നെ ഇരുമ്പ് നമ്മൾ പഠിച്ചു, എന്താണ്? ഹീമോഗ്ലോബിനിലെ ലോഹമാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? മഗ്നീഷ്യം പഠിച്ചു, സസ്യങ്ങളുടെ കേസിൽ ഹരിതകവുമായി റിലേറ്റഡ് ആയിട്ട്. പിന്നെ സോഡിയം നമുക്കറിയുന്നതാണ്. സോഡിയം, പൊട്ടാസ്യം, മാംഗനീസ്,
സിങ്ക്, ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ലോഹങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്ന ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10 ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി 8th സ്റ്റാൻഡേർഡിലൊരു ലെസൺ ഉണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് ലോഹങ്ങളുടെ ഭൗതിക സവിശേഷതകളെക്കുറിച്ചൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററായിട്ടാണ് വരുന്നത്. താങ്ക്